ഉറച്ച സ്വരത്തിൽ സ്വർണം പറയുന്നത് കേട്ട് കാശിയുടെ നീല കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടർന്നിരുന്നു. അവൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു തന്നിട്ട് നീ ആരുടെ കൂടെയെങ്കിലും അഴിഞ്ഞാടി പൊയ്ക്കോ. എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് വല്ലവൻ്റെ കൂടെ കിടക്കാൻ പോയാലുണ്ടല്ലോ, കൊന്നു കളയും നിന്നെ ഞാൻ കെട്ടിയ താലിക്ക് ഒരു പവിത്രതയുണ്ട്. എൻ്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് കണ്ടവന്മാരെ മനസ്സിൽ താലോചിച്ചുകൊണ്ട് നടന്നാൽ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. മനസ്സിലായോടി മോളെ? കുപ്പത്തൊട്ടിയിൽ കിടന്നതിനെയൊക്കെ കുടുംബത്ത് കയറ്റിയാൽ ഇങ്ങനെ ഇരിക്കും. വലതുകൈയുടെ ചൂണ്ടുവിരൽ അവൾക്കു നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. നിർത്ത്. എന്നെ ഇങ്ങനെ പറയാൻ നിങ്ങളും അത്ര പുണ്യാളനൊന്നും അല്ലല്ലോ. താലിയുടെ പവിത്രത പോലും. താലിയുടെ പവിത്രതയെ പറ്റി പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. താലി കെട്ടിയിട്ടാണോ നിങ്ങൾ ഒരുത്തിയുടെ കൂടെ 2 വർഷം കഴിഞ്ഞത്? അന്ന് നിങ്ങൾക്ക് താലിക്ക് പവിത്രത ഉണ്ടായില്ലേ? എനിക്ക് വിവിയേട്ടനെ ഇഷ്ടമായിരുന്നു, വിവിയേട്ടനെ എന്നെയും. എന്ന് കരുതി വഴിവിട്ട ഒരു ബന്ധത്തിലേക്കും ഞങ്ങൾ പോയിട്ടില്ല. അദ്ദേഹം എൻ്റെ വിരൽത്തുമ്പിൽ പോലും ഒന്ന് തൊട്ടിട്ടില്ല. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കണത്. എന്നെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ സഹിച്ചു കാണില്ല. അതാ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതും കണ്ണു നിറച്ചതും. നെഞ്ചു പൊട്ടിയ വേദനയിൽ അവൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കുപ്പത്തൊട്ടിയിൽ കിടന്നവളാണ് ഞാനെന്ന്. ഏത് കുപ്പത്തൊട്ടിയിൽ കിടന്നവൾ ആയാലും വീടും വീട്ടുകാരുമൊക്കെ എനിക്കുണ്ട്. നിങ്ങളുടെ കൂടെ കുറേ നാൾ കഴിഞ്ഞ സോനയ്ക്കോ അവൾക്ക് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലാത്ത ഒരു അനാഥയല്ലേ അവള്. ഞാൻ കുപ്പത്തൊട്ടിയിലാണെങ്കിൽ അവളും കുപ്പത്തൊട്ടി തന്നെയാണ്. സോനയെ പറ്റി പറഞ്ഞതും കാശിയുടെ മനസ്സിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. അവൻ്റെ കയ്യിലെ ഞരമ്പുകളെല്ലാം തെളിഞ്ഞു കാണാമായിരുന്നു. ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമായി കാശി അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എടി പന്നപ്പു! അവളുടെ അടുത്തെത്തിയതും പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന അവളുടെ വയർ കണ്ടതും ദേഷ്യം തീർക്കാൻ എന്ന വണ്ണം മുഷ്ടി ചുവരിലേക്ക് ഇടിച്ചു. മനസ്സിലെ ദേഷ്യം തീർക്കാൻ എന്നതുപോലെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ചുവരിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അവൻ്റെ കൈ പൊട്ടി ചോര ഒലിച്ചിറങ്ങാൻ തുടങ്ങി. എന്നിട്ടും തൻ്റെ ദേഷ്യത്തിൻ്റെ ജ്വാല കെട്ടടങ്ങാത്തതുകൊണ്ട് പിന്നെയും വാശിയോടെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി. മതി, നിർത്തൂ, മതി! ചോരയൊലിച്ചിറങ്ങുന്നത് കണ്ട് പേടിച്ച് സ്വർണം പിന്നിലൂടെ കാശിയെ ഇറുകെ പുണർന്നു. അവൾ അവനെ പുണർന്നതും കാശിയുടെ മനസ്സിൽ ഒരു കുളിർ മഴ പെയ്തതുപോലെ അവന് തോന്നി. അവൻ്റെ കൈകളിലെ ശക്തി നഷ്ടപ്പെട്ടതുപോലെയും. നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ്റെ വാശി കെട്ടടങ്ങി. കുറച്ചു നേരം അവർ അങ്ങനെ തന്നെ നിന്നു. പിന്നീട് കാശി തിരിഞ്ഞതും സ്വർണം കുഴഞ്ഞു വീഴാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ കാശി അവളെ താങ്ങിപ്പിടിച്ച് കട്ടിലിൽ കിടത്തി. സ്വർണം, ഹലോ, എണീക്ക്! ടേബിളിൽ ഇരുന്ന വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. വളരെ പ്രയാസപ്പെട്ട് അവൾ കണ്ണുകൾ തുറന്നു. കാശി അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. സ്വർണം മോളെ, നീ ഓക്കെ ആണോ? ആ. അവൾ പതുക്കെ എഴുന്നേറ്റ് ചാരിയിരുന്നു. പെട്ടെന്ന് ബ്ലഡ് കണ്ടപ്പോൾ തല കറങ്ങിയതാ. താഴെ നോക്കിക്കൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു. സോറി. ദയവായി ഈ പ്രസവം കഴിയുന്നത് വരെയെങ്കിലും എന്നെ പ്രൊവോക്ക് ചെയ്യാതിരുന്നുകൂടെ സ്വർണം? പ്ലീസ് സ്വർണം എന്നൊക്കെ പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്വർണത്തിൻ്റെ കണ്ണുകൾ ആർത്തു പെയ്യുകയായിരുന്നു അപ്പോൾ. അവൾ അവളുടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അവളുടെ ചിന്തകൾ പഴയ ഓർമ്മകളെ തേടിപ്പോയി. എടി, നിന്റെ മകൾക്ക് പഠിക്കാൻ ഫീസ് വേണമെന്ന്. ഞാൻ അവൾക്ക് ഫീസ് കൊടുക്കാം. ദിവസവും എൻ്റെ കൂടെ കിടന്നാൽ മതി. ദേവരാജൻ ഒരു വഷളം ചിരിയോടെ പറഞ്ഞു. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ മനുഷ്യനല്ല, ചെകുത്താനാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള എൻ്റെ മോളെ മറ്റൊരു ദുഷിച്ച കണ്ണുകൾ കൊണ്ട് നോക്കുന്ന നിങ്ങൾ ഒരു പേ പിടിച്ച് നടക്കുന്ന പട്ടികളേക്കാൾ കഷ്ടമാണ്. സാവത്രി വീൽചെയറിൽ ഇരുന്നു കൊണ്ട് അലറി. എടി പുന്നാര മോളെ, എന്നെ ആട്ടുന്നോടി എന്ന് പറഞ്ഞ് ദേവരാജൻ സാവത്രി ഇരുന്ന വീൽചെയറിൽ ആഞ്ഞു ചവിട്ടി. ചവിട്ടിൻ്റെ ആഘാതത്തിൽ വീൽചെയർ മറിഞ്ഞ് സാവത്രി അമ്മ താഴെ വീണു. തറയിൽ വീണ് കിടക്കുന്ന സാവത്രിയെ ആഞ്ഞു ചവിട്ടാനായി ദേവരാജൻ പാഞ്ഞു ചെന്നു. സാവത്രിയുടെ അടുത്തെത്തി കാല് മുകളിലേക്ക് ഉയർത്തി ചവിട്ടാൻ ശ്രമിച്ചതും അരുതച്ച എന്ന് വിളിച്ചുകൊണ്ട് സ്വർണം കാലിൽ കയറി പിടിച്ചു. കാലൊന്നു കുതറിക്കൊണ്ട് ദേവരാജൻ സ്വർണത്തിൻ്റെ കവിളിൽ
കൈകളാൽ അമർത്തി ചുവരിനോട് ചേർത്ത് നിർത്തി. ഹെടി, നിന്റെ തള്ളയുടെ നാവ് അടക്കി നിർത്തിയില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതെടുത്ത് വല്ല നായയ്ക്കും ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഒഴുകി നടന്നു. എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാൻ കെട്ടുന്ന സമയത്ത് നിനക്ക് വെറും 5 വയസ്സ് പ്രായം. അന്നേ ഈ പൂമൊട്ടു പോലുള്ള ശരീരം വളർന്നു വലുതായി ഒരു പൂവായി വിരിയട്ടെ എന്ന് ഞാൻ കാത്തിരുന്നു. അത് തെറ്റായിപ്പോയി. അന്നു തൊട്ടേ നിന്നെ കയറി പണിതിരുന്നെങ്കിൽ നീ ഇപ്പോൾ പണി പഠിച്ചേനെ. നിനക്ക് അതൊരു വരുമാന മാർഗവുമായേനെ. വഷളമായ ചിരിച്ചുകൊണ്ട് അവളുടെ ശരീരം മൊത്തം കൊത്തിപ്പറിക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ, എന്നെ വെറുതെ വിടണേ. സ്വർണം 2 കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അച്ഛനെന്നോ മൂത്തച്ഛനെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ എൻ്റെ കൂടെ കിടന്നാൽ മതി. നിനക്കും നിന്റെ അമ്മയ്ക്കും ഇവിടെ സ്വർഗം പോലെ ജീവിക്കാം. കിടന്നു തരുന്നതിനനുസരിച്ച് ഫീസായിട്ടോ കാശായിട്ടോ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്നു പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ മാറിടത്തിൽ ബലമായി അമർത്തി. നിങ്ങൾ ഒരു മൃഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം ദേവരാജനെ ആഞ്ഞു തള്ളി. അയാൾ പ്രതീക്ഷിക്കാതെയുള്ള തള്ളലായിരുന്നതിനാൽ പെട്ടെന്ന് വേച്ച് പിന്നിലേക്ക് പോയി. പൂർവാധികം ശക്തിയോടെ അയാൾ അവളിലേക്ക് പാഞ്ഞു ചെന്ന് അവളുടെ 2 കവിളിലും കൈവീശി മാറി മാറി അടിച്ചു. എന്നിട്ട് മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അധികം കിടന്ന് ചിലക്കാതടി പെണ്ണേ, നിന്റെ മടിക്കൂത്ത് ഞാൻ ഒരിക്കൽ അഴിക്കും എന്ന് വീറോടെ പറഞ്ഞു. എന്നിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. വീണ് കിടക്കുന്ന സാവിത്രിയെ കാലി വീശി ഒരു ചവിട്ടും കൂടി വെച്ചു കൊടുത്താണ് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അയാൾ പോയെന്ന് ഉറപ്പാക്കിയ സ്വർണം ഓടിച്ചെന്ന് അമ്മയെ പിടിച്ചിരുത്തി. എൻ്റെ മാത്രം തെറ്റാണ് ഇപ്പോൾ എൻ്റെ മകളും അനുഭവിക്കണത്. ശേഖരേട്ടൻ്റെ മരണശേഷം ഒരാൺതുണ വേണമെന്ന് തോന്നിയപ്പോൾ അന്ന് മാന്യമായി എൻ്റെ മുന്നിൽ അഭിനയിച്ച ഇയാളെ ഞാൻ വിശ്വസിച്ചു. അതെൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ്. സാവിത്രി സ്വർണത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഇത് സാവിത്രി അമ്മ. ആദ്യ ഭർത്താവ് ശേഖരൻ നായർ. ഒരേ ഒരു മകൾ സ്വർണം. ശേഖരന് ഒത്തിരി ഇഷ്ടമായിരുന്നു സ്വർണത്തെ. ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിഞ്ഞപ്പോൾ പൊന്നുപോലെ ഞാൻ എൻ്റെ മകളെ നോക്കുമെന്ന് പറഞ്ഞ് പൊന്ന് എന്ന് വിളിക്കുന്നതിന് പകരം സ്വർണം എന്ന പേര് മകൾക്ക് നൽകി. സാവിത്രിയും ശേഖരനും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരുമായി അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. ശേഖരൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു ദേവരാജൻ. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എംപ്ലോയീസ് ആയിരുന്നു 2 പേരും. ഒരിക്കൽ വാഹനാപകടത്തിൽപ്പെട്ട് ശേഖരൻ നായർ മരിച്ചു. അതിൽ പിന്നെ സാവിത്രിയുടെയും കുഞ്ഞു സ്വർണത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ദേവരാജനായിരുന്നു. കുഞ്ഞിനോട് അമിത സ്നേഹം ദേവരാജൻ പ്രകടിപ്പിച്ചു. അയാളുടെ സ്നേഹമെല്ലാം ഒരച്ഛൻ്റെ സ്നേഹമായി പാവം സാവിത്രി കരുതി. അച്ഛനില്ലാത്ത തൻ്റെ കുഞ്ഞിന് ഒരച്ഛൻ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി സാവിത്രി ദേവരാജനെ സ്നേഹിച്ചു. പിന്നീട് അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യമെല്ലാം വളരെയധികം സ്നേഹത്തിലായിരുന്നു. പിന്നീട് സ്വർണം വളർന്നു വലുതായപ്പോൾ മുതൽ അയാളുടെ കഴുകൻ കണ്ണുകൾ അവളെ കൊത്തിവരിക്കാൻ തുടങ്ങി. അയാളുടെ ചില സമയത്തെ പെരുമാറ്റങ്ങളും വഷളമായ ചിരിയോടുകൂടിയുള്ള അശ്ലീലമായ വാക്കുകളും സ്വർണത്തിൻ്റെ മനസ്സിൽ അയാളോട് വെറുപ്പുളവാക്കി. സ്നേഹം പ്രകടിപ്പിച്ച് സ്വർണത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ അയാൾ കൈകൾ അമർത്താൻ തുടങ്ങി. അതുകൂടിയായപ്പോൾ സ്വർണം അയാളിൽ നിന്നും അകലാൻ ശ്രമിച്ചു. ഹലോ കൂട്ടുകാരെ, എന്താണ് കമൻറ്റ് ചെയ്യാത്തത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഈ കഥ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.